ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വോയിസ് ഓഫ് നേച്ചർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന പുതിയൊരു വീഡിയോ ആയിട്ടാണ്. പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ നാട്ടിലുള്ള പുഴകളും വനങ്ങളും ഒക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും ചാനൽ ഷെയർ ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കരുത്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം വേണം. അപ്പോൾ നമുക്ക് നേരെ പുഴയിലോട്ട് പോകാം. ധാരാളം ടൂറിസ്റ്റുകൾ കാര്യങ്ങളെല്ലാം വരുന്നൊരു ഏരിയ ആണ്. അടിപൊളി സ്ഥലമാണിത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, ഇവിടുന്ന് മൃഗങ്ങൾ അങ്ങോട്ട് പാസ് ചെയ്യും, അവിടുന്ന് മൃഗങ്ങൾ ഇങ്ങോട്ട് പാസ് ചെയ്യുകയൊക്കെ ചെയ്യും. ഞങ്ങൾ മിക്ക ദിവസങ്ങളും വരുമ്പോൾ ഇവിടെ ആനേനെയൊക്കെ കാണാറുണ്ട്. അടിപൊളിയാണ് ആ സീനൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന ഫാമിലിയായിട്ട് വന്നു, പുഴയിലിറങ്ങുന്നു, കുഞ്ഞും തള്ളയും അവരൊരു ഫാമിലി. അത് കാണാൻ തന്നെ നല്ലൊരു രസമാണ് ഇവിടെ. ഞങ്ങൾക്ക് പിന്നെ ഒരു കാര്യത്തിൽ ഭാഗ്യമുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ശുദ്ധമായിട്ടുള്ള വെള്ളം കിട്ടും, ശുദ്ധമായിട്ടുള്ള വായു കിട്ടും, വിഷാംശങ്ങൾ ചേർക്കാത്ത നല്ല പുഴമീൻ ഐറ്റംസുകൾ ഇവിടെ കിട്ടും. പിന്നെ കാട്ടിലെ ഓരോ പഴവർഗ്ഗങ്ങൾ ഞങ്ങൾക്ക് തിന്നാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം മുട്ടിപ്പുളി, അതുപോലെ തന്നെ തളിരിമ്പഴം പോലത്തെ ഓരോ പഴങ്ങൾ ഞങ്ങൾക്ക് തിന്നാൻ കിട്ടും. എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കഴിയുമ്പോൾ ഒരു മലയണ്ണാനെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. മലയണ്ണാൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. അത് ഞങ്ങൾ ഡെയിലി കാണുന്നൊരു സാധനമാണ്. മലയണ്ണാൻ, കരിങ്കുരങ്ങ്, ആന, ഇതിനൊക്കെ ഞങ്ങൾ ഡെയിലി കാണുന്ന ഐറ്റംസുകളാണ് ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു കൂട്ടുകാരെ പോലെയാണ്. ഇപ്പോൾ ഇവർ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും യാതൊരു രീതിക്കുള്ള ശല്യങ്ങളോ കാര്യങ്ങളൊന്നും വരുത്തുന്നില്ല. അതിലിപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ശല്യം എന്ന് പറയാനായിട്ടുള്ളത് കുരങ്ങ് ശല്യം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഈ പറഞ്ഞ ആനേനെ കൊണ്ടോ കടുവേനെ കൊണ്ടോ ഞങ്ങൾക്ക് അങ്ങനെ വേറെ ശല്യങ്ങളോ കാര്യങ്ങളോ അതൊന്നുമില്ല. ഞങ്ങൾ ഇവരായിട്ടൊരു ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. വീഡിയോ നമ്മളോട് വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.